ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി പോവാണല്ലേ? അതെ. കൃഷ്ണ എവിടെ പോയി? ആന്റിയുടെ കൂടെ പുറത്തേക്ക് പോയി. നിനക്ക് പിന്നെ മെസ്സേജ് അയച്ചോളെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് പോകുന്നത് അവൾക്ക് ഇഷ്ടല്ല. എന്നെ കാണാതിരിക്കാൻ മനഃപൂർവ്വം അവൾ പുറത്തേക്ക് പോയത്. എനിക്കും തോന്നി. പക്ഷെ ശ്രീലക്ഷ്മി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, കാണാതിരിക്കാൻ എനിക്ക് പറ്റൂല. അതാ ഞാൻ കാത്തു നിന്നേ. ശ്രീലക്ഷ്മി, ടേക്ക് കെയർ. താങ്ക് യു ദീപു. അവള് വരുമ്പോ പറയണേ ഞാൻ അന്വേഷിച്ചിരുന്നു. ശരി, ബൈ. ഈ ബസ്സാണ് അച്ഛാ. നമ്പറും പേരും എഴുതിയിട്ടുണ്ട്. ഓഫീസിലെ ആൾക്കാരുണ്ട്. വരും. മോളെ, നീ ഒന്നുകൂടി നന്നായി ആലോചിക്ക്. ഞാനും അച്ഛനും കൂടി നിന്റെ ഒപ്പം വരട്ടെ. നാളെ ഞങ്ങളിങ്ങ് മടങ്ങി വന്നോളാം. ഞാൻ പലതവണ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ജോലി വേണ്ടെന്ന് വെക്ക്. നീ അത്രയും ദൂരം പോയി ഒറ്റയ്ക്ക് അധ്വാനിക്കണമെന്നില്ല. നമുക്ക് വേറെ ജോലി നോക്കാം ഇവിടെ. ഞാൻ സംസാരിക്കാം രവിവർമ്മ സാറിനോട്. ഏയ് വേണ്ട വേണ്ട. എന്തിനച്ഛ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ജീവിതത്തിൽ എല്ലാവർക്കും ഇതുപോലെ ചില ഫസ്റ്റ് ടൈമുകൾ ഉണ്ടാവും. എത്രയോ പെൺകുട്ടികള് സ്വന്തം നാട് വിട്ട് ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെയുള്ളൂ. അച്ഛനും അമ്മയും ഒന്നും കൊണ്ട് വിഷമിക്കരുത്. എനിക്കവിടെ എല്ലാ സൗകര്യങ്ങളും കമ്പനിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. കുറച്ചുനാള് നോക്കാം നമുക്ക്. ചിലപ്പോ അവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് വന്ന് താമസിച്ചാൽ മതി. അപ്പൊ തീരുമല്ലോ നിങ്ങളുടെ ഈ ടെൻഷൻ. ശരി, അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. മോൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഇനിയിപ്പോ എല്ലാം അവള് തന്നെ സ്വയം നോക്കിക്കോളും. മോളെ നോക്ക്, നിന്നെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് അയക്കുന്നതെന്ന് കരുതരുത്. നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞങ്ങളുടെ മനസ്സ്. അത് മറക്കരുത് നീ. മറക്കില്ല അമ്മേ. ആദ്യം ഞാൻ അവിടെ എത്തട്ടെ, എന്നിട്ട് ഫോൺ ചെയ്ത് പറയാൻ കാര്യങ്ങള്. അതെ, ഫോൺ ചെയ്യണം. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വരും. ശരി അച്ഛ. സമയം ആവാറായി. ഞാൻ ആ രസീത് കാണിച്ച് ടിക്കറ്റ് വാങ്ങിക്കട്ടെ. തിരക്ക് പിടിച്ച തീരുമാനമായിപ്പോയി. ഇനിയെങ്കിലും അത് തിരുത്തിയേ പറ്റൂ. ശ്രീലക്ഷ്മി കോയമ്പത്തൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവക്ക് മാത്രമല്ല എനിക്കും താങ്ങാൻ കഴിയില്ലത്.
സത്യം പറഞ്ഞ ഞാനിപ്പോഴും കോയമ്പത്തൂരേക്ക് പോകാൻ മനസ്സുകൊണ്ട് തയ്യാറല്ല. ചില സമയങ്ങളിൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാലും അത് തന്നെ കിട്ടണമെന്നില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ സാറ് നൽകിയ ഈ അവസരത്തെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഈ അവസരം ഞാൻ നന്നായി ഉപയോഗിക്കാം. ഇനിയും നന്നായി ജോലി ചെയ്ത് ഇതിലും നല്ല പേര് നേടിയെടുക്കാനാണ് ഇനി ഞാൻ ശ്രമിക്കാം. ഛെ. ഒന്നും വേണ്ടായിരുന്നു. അമ്പലത്തിൽ വെച്ച് തന്നെ ശ്രീലക്ഷ്മിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മിസ്റ്റേക്ക് സംഭവിക്കില്ലായിരുന്നു. ഇനി ഇപ്പോഴെങ്കിലും ഈ യാത്ര തടഞ്ഞില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാവും. ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് അവളോട് പോകണ്ടെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. ഫോണിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ വീണ്ടും വാശി പിടിക്കും. നേരിട്ട് ചെന്ന് കൺവിൻസ് ചെയ്യിച്ചാലേ ശരിയാവും. ഞാൻ എത്തും മുമ്പ് അവൾ പോകാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, എന്നമ്മ എന്താ ഇത്? കണ്ണൊക്കെ നിറഞ്ഞ്. കോയമ്പത്തൂർ അത്ര വലിയ ദൂരമൊന്നും അല്ല. ഇതിപ്പോ സന്ധ്യാവാറായില്ലേ. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. ഓ, ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ഞങ്ങളുടെ മനസ്സിലെ തീ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓ എന്റെ പൊന്നമ്മേ, തീയും വെള്ളം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കരഞ്ഞാ എനിക്കിവിടെ പോയി സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അമ്മയല്ലേ ഇപ്പൊ അച്ഛനെ സമാധാനിപ്പിച്ചത്. എന്നിട്ട് അമ്മ തന്നെ ഇങ്ങനെ സങ്കടം പറഞ്ഞാലോ? മോളെ, നീ ഒന്നും പറയണ്ട. ഞങ്ങളെ സമാധാനിപ്പിക്കുകയാണെങ്കിലും നിന്റെ മനസ്സ് നേറുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോ കുടുംബത്തിൽ നിന്ന് ഒരാൾ ശബരിമലയിൽ പോയാലും അബുദാബി പോയാലും ഇതേ അവസ്ഥയാണ്. പോകുന്നയാള് തിരിച്ചു വരുമെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഒരാൾ പിരിഞ്ഞുപോയി തിരിച്ചു വരുമ്പോഴേ വേണ്ടപ്പെട്ടവരുടെ മനസ്സിലൊരു നീറ്റലുണ്ടാവും. അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. മനസ്സിലായി അച്ഛാ. ഇതിപ്പോ ഞാൻ ഇവിടെ എത്തി ഫോൺ ചെയ്ത് കഴിയുമ്പോ എല്ലാം ശരിയാവും. പ്ലീസ് അമ്മേ, കരയരുത്. പിന്നെ ഞാൻ പോയാ അച്ഛനോട് വഴക്കിടൊന്നും ചെയ്യരുത്. നടുക്ക് നിൽക്കാൻ ഞാനില്ലെന്ന് ഓർത്ത് വേണം പെരുമാറാൻ. ഓ, അത് ശരി. അപ്പോ എനിക്ക് നിന്റെ അച്ഛന്റെ കൂടെ 24 മണിക്കൂറും വഴക്കിടലാണ് ജോലി. നീ ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നിന്റെ കാര്യം ശ്രദ്ധിച്ചാ മതി. നോക്ക്, ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ച് തലയിൽ കാച്ചി എണ്ണ തേക്കാൻ മറക്കരുതേ. അഷ്ടമി ദിവസം മറക്കാതെ കരിക്കോത്തിയമ്മയുടെ കുങ്കുമം നെറ്റിയിൽ തൊടണം. ദേ, ബാഗിന്റെ സൈഡിൽ അറയിൽ വെച്ചിട്ടുണ്ട്. കരിക്കോത്തിയമ്മയുള്ളൂ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരാൻ. മോള് സൂക്ഷിച്ചാ മതി. മോള് സമയം കിട്ടുമ്പോഴൊക്കെ ഫോൺ വിളിക്കണം. ജോലിയിൽ ശ്രദ്ധിക്കണം. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധയുണ്ടായാലേ നമുക്ക് ഉയർച്ചയുണ്ടാവും. പിന്നെ ഒറ്റയ്ക്കൊന്നും പുറത്തേക്ക് പോകണ്ട. സൗകര്യം നോക്കി ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ശരി അച്ഛാ, ഞാൻ ബസ്സിൽ കയറട്ടെ. ടിക്കറ്റ് കാണും. സീറ്റ് നമ്പർ 20. ഓക്കെ മോളെ, എത്തിയ ഉടനെ ഫോൺ ചെയ്യണേ. ശരി അമ്മേ.
സീറ്റിലിരുന്നതിന് ശേഷം രാത്രി മൊബൈൽ നോക്കി ഇരിക്കരുത്. ശരിക്കും ഉറങ്ങണം കേട്ടോ. ശരി. ആ ഇതാ മോളെ, ഇത് കയ്യിലിരിക്കട്ടെ. വേണ്ടച്ചാ, എന്റെ കയ്യിൽ കാശുണ്ട്. അവിടെ ഇറങ്ങുമ്പോ ഓട്ടോയ്ക്ക് കൊടുക്കാം. അച്ഛൻ കുറച്ച് ചില്ലറയും വെച്ചിട്ടുണ്ട്, പിടിക്കേ. എക്സ്ക്യൂസ് മീ. നമസ്കാരം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് ഇതാണോ അതോ വേറെ പാർക്കിംഗ് വല്ലതും? കോയമ്പത്തൂർക്കോ? ആ ബസ് ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. ഓ മൈ ഗോഡ്. അല്ല, അത് ആ ബസ്സിൽ ശ്രീലക്ഷ്മി എന്നൊരു പാസഞ്ചർ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറ്റുമോ പ്ലീസ്? ശ്രീലക്ഷ്മിയോ? ആ, ഒന്ന് ചെക്ക് ചെയ്യോ?
ആ ഉണ്ടല്ലോ. ശ്രീലക്ഷ്മി സുദർശന ഹൗസ്, സീറ്റ് നമ്പർ 20, വിൻഡോ സീറ്റാണ്. അത് വെരി ഗുഡ്. അത് ബസ്സിന്റെ ലെഫ്റ്റ് സൈഡ് വിൻഡോ ആണോ അതോ റൈറ്റ് സൈഡ് വിൻഡോ ആണോ? ഏതാ സൈഡ്? ലെഫ്റ്റ് സൈഡിലാണ്. ഓ എന്തിനായി ചോദ്യമൊക്കെ? ആരാ നിങ്ങൾ? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ദയവിത് ആ ബസ്സിന്റെ നമ്പർ കൂടെ ഒന്ന് പറയാൻ പറ്റും പ്ലീസ്? ഹലോ, മതി പ്ലീസ്. ഓക്കെ, നിങ്ങൾ ആരാണ്? ആ സ്ത്രീയുമായി നിങ്ങൾക്കുള്ള ബന്ധം, നിങ്ങൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ തരാൻ ബുദ്ധിമുട്ടാണ്. സോറി, ആ കുട്ടിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ വളരെ പ്രധാനപ്പെട്ടൊരു വിവരം പറയാനുണ്ട്. ഞങ്ങളുടെ ഓഫീസിലെ കൊളീഗ, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ സ്റ്റാഫാണ്. പ്ലീസ് ആ ബസ്സിന്റെ നമ്പർ ഒന്ന് പറയൂ. വർമ്മൻ ഗ്രൂപ്പിലെ സ്റ്റാഫാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഒരു അനന്തരവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ, ആ രവിവർമ്മൻ സാറ് നല്ലൊരാളാണെന്ന് അവൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നല്ല മനുഷ്യരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നല്ലതാകാനാ ചാൻസ്. നമ്പർ ആ, KL03Y 930. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വർമ്മൻ ഗ്രൂപ്പിനെ കുറിച്ച് സാർ നല്ലത് പറഞ്ഞെന്ന് ഞാൻ മിസ്റ്റർ രവിചന്ദ്ര വർമ്മനോട് പറയാം. പുള്ളിക്കാരൻ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഓക്കെ, ബൈ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. വണ്ടി നിർത്താൻ പറയൂ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി.